അപ്പൊ നമ്മൾ പറഞ്ഞു എന്തെന്നാ, അക്വയർഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ അവർ അക്വയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. ദേ നെവർ പാസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇത് പറയുന്നത് എന്താ? അപ്പൊ എന്താണ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ്? ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ക്യാരക്ടർ വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ അല്ലെ. ആൻഡ് അങ്ങനെ ജനറേഷൻസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ദേ ലീഡ് ടു ദ എവല്യൂഷൻ. Okay, so inherited traits are the traits in an organism due to changes in the genetic composition and can be passed from one generation to the next and it result in the evolution. Evolution കാരണമാകുന്ന ക്യാരക്ടേഴ്സിനെയാണ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അക്വയർഡ് ട്രേറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. പോവാത്തത്, ഒരു പോപ്പുലേഷനിൽ നിന്നും വേറൊരു പോപ്പുലേഷനിലോട്ട് കടക്കാത്തത്, ഇല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്പാനിൽ അവർ അക്വയർ ചെയ്യുന്നതാണ് അക്വയർഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? എവല്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന വേരിയേഷൻസ് നമ്മൾ പറഞ്ഞു, വേരിയേഷൻസ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. വാട്ട് ഓൾ ഫാക്ടേഴ്സ് എഫക്ട് ദ വേരിയേഷൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നാച്ചുറൽ സെലക്ഷൻ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് വേരിയേഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ എവല്യൂഷൻ. അപ്പൊ ഈ വേരിയേഷൻസ് സംഭവിക്കുന്നു, ഇങ്ങനെ ഒരുപാട് വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് അവിടെ ഒരു എവല്യൂഷൻ ഉണ്ടാവുന്നു എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഇനി പറയുന്നത് എന്തൊക്കെയാണ് ഇങ്ങനെ എവല്യൂഷൻ ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത്, വാട്ട് ഈസ് ദ എവിഡൻസ് ഫോർ ദാറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന എവല്യൂഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് എവല്യൂഷൻ എന്ന് പറയാനുള്ള എവിഡൻസ് എന്താണ്? ഓക്കെ, ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി. അപ്പോൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അപ്പോൾ നമുക്കറിയാം ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് വേറൊരു ഓർഗാനിസവുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ പറയുന്നുണ്ട് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എയ്ഡ്സിൽ നിന്നുണ്ടായതാണ്. വൈ വി ആർ സേയിങ് സോ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ക്യാരക്ടേഴ്സ് something are or some characters are common to both these all organisms. എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് അല്ലെ. നമ്മളിപ്പോൾ കാണുന്ന ഹ്യൂമൻസും അതുപോലെ തന്നെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറേ അനിമൽസും തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് കാണുന്നു. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? ദീസ് ഹ്യൂമൻ ഓർ ദ നമ്മുടെ മോഡേൺ മാൻ എന്ന് പറയുന്നത് ഇവരുമായിട്ട് എന്തോ ഒരു ആൻസിസ്ട്രൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ ഇവോൾവ് ചെയ്തത് ഈ പറയുന്ന ഓർഗാനിസത്തിൽ നിന്നാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു എവിഡൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എന്ത് തന്നെയാണ്? എന്തോ ഒരു സിമിലാരിറ്റി, ഇവരും തമ്മിൽ എന്തോ ഒരു സിമിലാരിറ്റി അവിടെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തോ ഒരു സിമിലാരിറ്റികൾ അവിടെ കാണുന്നു. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് സോ ദേ ആർ റിലേറ്റഡ് ടു സംഹൗ. ഓക്കെ, so that is what we are going to check. That is what is the evidences of evolution. Okay, so there are number of common features in a different organism. Different ആയിരിക്കും, ഓർഗാനിസംസ് തമ്മിൽ ഡിഫറെന്റ് ആണ്, ബട്ട് അവിടെ എന്ത് കാണുന്നു? സം കോമൺ ഫീച്ചേഴ്സ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, വിച്ച് പ്രൊവൈഡ്, അതാണ് ശരിക്കും നമുക്കുള്ള ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. Clear? Appo there are some common features in a different organism which provide evidences to show the evolutionary relationship. The main evidence namukku parayanulladana from the study of the homologous organs, analogous organs and fossils. Appo namukku ee evolutionary study പഠിക്കാനുള്ള ഒരു മെയിൻ എവിഡൻസ് എന്ന് പറയുന്നതാണ് ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നതും അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നതും ഫോസിൽസും നിന്ന് കിട്ടുന്ന സ്റ്റഡീസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഹോമലോഗസ് ഓർഗൻസ്, എന്താണ് അനലോഗസ് ഓർഗൻസ്, എന്താണ് ഫോസിൽസ് എന്നത് പഠിക്കണം. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓരോ ഓർഗാനിസംസ് ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഗാനിസംസ് മേ ബി ഇവോൾവ് ചെയ്തത് ഇതിൽ നിന്നാവാം എന്ന് നമുക്ക് കിട്ടുന്നത്, ഐഡിയ കിട്ടുന്നത് ഈസ് ത്രൂ ദീസ് 3 factors. Okay, so let's check what is called as the homologous organs, analogous organs and the fossils. ഹോമോലോഗസ് ഓർഗൻസ് എന്നത് കൊണ്ട് തന്നെ നമുക്ക് അറിയാം, ഹോമോ എന്ന് പറയുന്നത് എന്താണ്? സംതിങ് ദാറ്റ് ഇസ് സിമിലർ അല്ലെ. അപ്പൊ എന്താണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ? ദ ഓർഗൻസ് വിച്ച് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ, സ്ട്രക്ചറലി അവർ സിമിലർ ആണ് ബട്ട് ഡിഫറെന്റ് ഇൻ ഫങ്ഷൻ. ദാറ്റ് ഈസ് ദ ഫോർലിംബ് ഓഫ് ദ ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ് ഹാവ് സിമിലർ സ്ട്രക്ചേഴ്സ്. ഇവർക്കൊക്കെ സിമിലർ സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടാവുന്നത്, ബട്ട് ദേ ആർ നോട്ട് ദ
അവരെന്തല്ല, സെയിം ഫങ്ഷൻ അല്ല അവർക്കുള്ളത് അല്ലെ, ബട്ട് ദേ ആർ ഹാവിംഗ് ദ ഡിഫറെന്റ് ഫങ്ഷൻസ്. ഓക്കെ, ദ ഓർഗൻസ് വിച്ച് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ, ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയണം അവരെന്താണ്, സെയിം സ്ട്രക്ചർ ആണ്, പക്ഷെ അവർ നടത്തുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഫോർ ലിംസ് ഓഫ് ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. ഇവരുടെയൊക്കെ ഫോർ ലിംസ് സെയിം സ്ട്രക്ചർ ആണ്, പക്ഷെ ഫങ്ഷൻസ് പലതും ഡിഫറെന്റ് ആണ്. ഫ്രോഗിനകത്ത് ആംഫിബിയൻസ് എന്ന് പറയുന്നത് ഫോർ ലിംബ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ടു റേസ് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ബോഡി അല്ലെ, ഫ്രണ്ട് പാർട്ട് റേസ് ചെയ്യാനായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. റെപ്റ്റൈൽസ് ആവുമ്പോഴോ ഫോർ വാക്കിംഗ് ആൻഡ് റണ്ണിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ബേർഡ്സ് ആണെങ്കിലോ വിങ്സ് അല്ലെ, വിങ്സ് ആയിട്ടാണ് അവിടെ ഉള്ളത്, അവർ ഫ്ലൈ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. മാമൽസിലാണെങ്കിൽ എന്താണ്, ഗ്രാസ്പിംഗ്, വാക്കിംഗ്, റണ്ണിങ് അല്ലെ, സ്വിമ്മിങ്, ഫ്ലൈയിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇവരുടെയൊക്കെ എല്ലാം സിമിലർ സ്ട്രക്ചേഴ്സ് ആണ് കാണുന്നത്, ബട്ട് ഡിഫറെന്റ് ഫങ്ഷൻസ് ആണെങ്കിലും ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് നമുക്ക് എവിഡൻസ് കിട്ടുന്നുണ്ട്. സോ വി ക്യാൻ ഷോ ദാറ്റ് there is an evolutionary relationship between these organism. Clear? That is what the homologous organs. See, homologous organs എന്ന് പറയുന്നത് ഫ്രോഗിന്റെയും ലിസാർഡിന്റെയും ഹ്യൂമൻ ബേസിക്കലി ഇവരുടെ സ്ട്രക്ചർ എങ്ങനെയാ, സിമിലർ ആണ് അല്ലെ, ബട്ട് ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് നടക്കുന്നത്. അനലോഗസ് എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇവരുടെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഡിഫറെന്റ് ആണ്, ബട്ട് അവരുടെ ഫങ്ഷൻസ് സെയിം ആണ്. ബട്ടർഫ്ലൈനകത്തുള്ള വിങ്സും ബേർഡ്സിനകത്തുള്ള വിങ്സും എന്ന് പറയുന്നത് സെയിം ഫങ്ഷൻ ആണ്, ബട്ട് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, അനലോഗസ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ ഓർഗൻസ് വിച്ച് ആർ ഡിഫറെന്റ് ഇൻ സ്ട്രക്ചർ ബട്ട് സിമിലർ ഇൻ ഫങ്ഷൻ. സ്ട്രക്ചേഴ്സ് ഡിഫറെന്റ് ആണ്, ബട്ട് അവരുടെ ഫങ്ഷൻസ് ഒന്നാണ്. ഓക്കെ, the wings of the butterfly, bird and bat have the different structures different ആണ്, ബട്ട് അവിടെ എന്താ സിമിലർ ഫങ്ഷൻ, എല്ലാം അവര് വിങ്സ് ഫ്ലൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം, ദേ ആർ സംവാട്ട് സിമിലർ ഓർ ദേ ആർ ഹാവിംഗ് സം റിലേഷൻഷിപ്പ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആണ്. ഓക്കെ, then the next is called as the fossil. എന്താണ് ഫോസിൽസ് എന്ന് പറയുന്നത്, എന്താണ് ഫോസിൽസ്, ഫോസിലിന്റെ സ്റ്റഡി അല്ലെങ്കിൽ ഫോസിൽസ് എന്ന് പറയുന്നത് എന്താ, റിമെയിൻസ് അല്ലെ, ഡെഡ് റിമെയിൻസ് ആണ് ഓഫ് ഓർഗാനിസം വിച്ച് ലിവ് ലോങ് ഇയർ എഗോ. പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഓർഗാനിസത്തിന്റെ ഡെഡ് ആയിട്ടുള്ള റിമെയിൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോസിൽസ് എന്നുകൊണ്ട് പറയുന്നത്. From the study of the fossil, we can know their structures and the time. പിഴ ഫോസിൽസിൽ നിന്നും ഫോസിൽ സ്റ്റഡിയിൽ നിന്നും അവർ ഏത് സമയത്താണ് ജീവിച്ചിരുന്നത്, അവരുടെ സ്ട്രക്ചർ അവിടെ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, so the study of the fossil show evolution of simpler forms into how a simpler organism is forming into a complex forms and their evolutionary relationship and how they are evolutionarily related എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് ഫോസിൽ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫോസിൽസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ലോങ് ഇയർ എഗോ ജീവിച്ചിരുന്ന കുറച്ച് ഓർഗാനിസത്തിന്റെ ഡെഡ് റിമെയിൻസിനെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. ആ ഫോസിൽസിന്റെ സ്റ്റഡി കൊണ്ട് നമുക്ക് അവരുടെ സ്ട്രക്ചറും അവരെത്ര പഴക്കമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു. thereby it helps for the evolutionary evidence. Clear? So age of the fossil can be determined by എങ്ങനെയൊക്കെയാണ് നമുക്ക് ഏജ് ഓഫ് ദ ഫോസിൽസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്, by the two methods that is called as the relative method and next is called as the carbon dating. That is the very important method. Okay, so relative method എന്ന് പറയുന്നത് എന്താ, by estimating the age of the layer of the earth crustന്റെ ഏജ് റിലേറ്റ് ചെയ്ത് പഠിച്ച് എസ്റ്റിമേറ്റ് ചെയ്ത് where the fossil is found, ഏത് ലെയറിലാണ് അല്ലെങ്കിൽ ഏത് ലെയർ ഓഫ് ദ എർത്ത് ക്രസ്റ്റിലാണ് ഈ പറയുന്ന ഓർഗാനിസംസ് കാണുന്നത് എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് ആ ഫോസിൽസിന് എത്ര കാലപ്പഴക്കമുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫോസിൽസ് നിയർ ദ സർഫസ് ആണെങ്കിൽ എന്തായിരിക്കും, അവർ പുതിയ സ്പീഷീസ് ആയിരിക്കും. വളരെ അടിയിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, അവർ ഭയങ്കര ഡീപ്പർ ലെയേഴ്സ് ആണെങ്കിൽ അത് ഭയങ്കര ഓൾഡർ ആയിരിക്കും. ക്ലിയർ? സാധാരണ നമ്മുടെ സിമ്പിൾ ഐഡിയ ആണ് അല്ലെ അത്. അതായത് കുറെ കാലങ്ങളാണെങ്കിൽ അതിങ്ങനെ കുന്നുകൂടി വന്നിട്ടുണ്ടാവും. പുതിയതാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ ലെയറിലായിരിക്കും കാണുന്നത്, പഴയതാണെങ്കിൽ ഏറ്റവും അടിയിൽ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ റിലേറ്റീവ് മെത്തേഡ്.
ഇനി കാർബൺ ഡേറ്റിംഗ് അല്ലെങ്കിൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ബൈ ഡിറ്റക്ടിങ് ദ റേഷ്യോ ഓഫ് ദ ഡിഫറെന്റ് ഐസോട്ടോപ്സ് ഓഫ് ദി കാർബൺ ഇൻ ദ ഫോസിൽസ്. കാർബണിന്റെ ഐസോട്ടോപ്പുകൾ കണ്ടെത്തി അതിൽ നിന്നും ഫോസിൽസിന്റെ ഏജിനെ കണ്ടുപിടിക്കുന്നതാണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 മെത്തേഡ്സ്, ഏജ് ഓഫ് ദ ഫോസിൽസിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡുകളാണ് റിലേറ്റീവ് മെത്തേഡും കാർബൺ ഡേറ്റിംഗ് മെത്തേഡും. ക്ലിയർ? ഇനി എന്താണ് ഫോസിൽ സ്റ്റഡി? ഇപ്പൊ നമ്മൾ പറഞ്ഞു അനലോഗസ് ഓർഗൻസും ഹോമലോഗസ് ഓർഗൻസും ഇതൊക്കെ പറഞ്ഞു അല്ലെ. അതിൽ എന്തുകൊണ്ടാണ് ഫോസിൽസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? വൈ ദിസ് ഫോസിൽസ് ആർ ഇമ്പോർട്ടൻറ്റ്? ദാറ്റ് ഈസ് the importance of fossils means by determining the age of fossils we can know the type of earth strata present at that type. ഏത് തരത്തിലുള്ള earth crust ആണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് പ്രസന്റ് ഓൺ ദാറ്റ് ടൈം എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ദേ ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ബൈ പ്രൊവൈഡിങ് കണക്ടിങ് ലിങ്ക്സ്. ഇവർ തമ്മിൽ കണക്ട് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ളൊക്കെ ഒരു ഐഡിയ നമുക്ക് ഇതിന്ന് കിട്ടും. അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നതാണ് റെപ്റ്റൈൽസും ബേർഡ്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും തമ്മിൽ ഒരു കണക്ടിങ് ലിങ്ക് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ആർക്കിയോപ്റ്റെറീസ്. ബേർഡ്സും റെപ്റ്റൈലും കലർന്ന് അല്ലെങ്കിൽ അവർ രണ്ടിൻ്റെയും ക്യാരക്ടർ കാണിക്കുന്ന ദാറ്റ് കണക്ടിങ് ലിങ്ക് ഈസ് കോൾഡ് ആസ് ദ ആർക്കിയോപ്റ്റെറീസ്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ ആ ഒരു കണക്ടിങ് ലിങ്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും പഠിക്കാനായിട്ടും നമുക്ക് ഫോസിൽ കൊണ്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം എവല്യൂഷൻ ബൈ സ്റ്റേജസ്. ഈ പറയുന്ന എവല്യൂഷൻ വേരിയേഷൻ ഉണ്ടാവുന്നു. അവിടെ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു എവല്യൂഷൻ അവിടെ ഉണ്ടാവുന്നത്. ഈ എവല്യൂഷൻ ഉണ്ടാവുന്നത് നമുക്കറിയാം ഗ്രാജുവൽ ആയിട്ടാണ്, ഇല്ലെങ്കിൽ ഗ്രാജുവൽ ചേഞ്ചസ് ആണ് അവിടെ ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പൊ എന്തൊക്കെയാണ് അവിടെ സ്റ്റേജുകൾ, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഓക്കെ, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൽ നിന്നാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഫോം ചെയ്തത് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ദ എവല്യൂഷൻ ഓഫ് ദ ഐസിലും ഒരു പ്രത്യേകതയുണ്ട്. ഐസോപ്ലാനേറിയ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ഐസ് സ്പോട്ട് ആയിരുന്നു ടു ഡിറ്റക്ട് ദ ലൈറ്റ്. ബട്ട് ഗ്രാജുവലി ഹയർ അനിമൽസിലോട്ട് വന്നപ്പോൾ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആയിട്ട് അവിടെ ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫെദേഴ്സ് were first developed in the dinosaurs and used for protection from the cold. ഈ ആദ്യം വിങ്സ് എന്ന് പറയുന്നത് ഡൈനോസേഴ്സ് പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു കോൾഡിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടായിരുന്നു ഉണ്ടായത്. ബട്ട് ലീറ്റർ ബേർഡ്സ് എന്ത് ചെയ്തു? അതിന് പറക്കാനായിട്ട് അവര് യൂസ് ചെയ്തു. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, ബട്ട് അവരെന്ത് ചെയ്യുന്നു? അതിന് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, ഒരുപാട് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. അതിൽ നിന്നാണ് ഒരു എവല്യൂഷൻ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. Humans cultivated the wild cabbage for over 2000 years and produced different vegetables from it by artificial selection. അല്ലെ, ക്യാബേജ് എന്ന് പറയുന്നത് ബൈ സെലക്ടിങ് ദ ഷോർട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലീവ്സ് തമ്മിലുള്ള ആ ഷോർട്ട് ഡിസ്റ്റൻസിനെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ക്യാബേജ് എന്ന് പറയുന്നത്. കോളിഫ്ലവർ എന്ന് പറയുന്നത് ബൈ സെലക്ടിങ് ദ സ്റ്റെറൈൽ ഫ്ലവേഴ്സിൽ നിന്നാണ് നമ്മൾ കോളിഫ്ലവർ ഉണ്ടാക്കിയത്. കെയിൽ എന്ന് പറയുന്നത് ലാർജ് ലീവ്സ് ഉള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടാണ്. കോൾക്രാബി എന്ന് പറയുന്നത് ബൈ സെലക്ടിങ് ദ സ്വെല്ലൻ സ്റ്റെമ്മിനെ സെലക്ട് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ബ്രക്കോളി എന്ന് പറയുന്നത് ഫ്ലവർ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്തുണ്ടാക്കിയതാണ് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ആയിട്ട് നടക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴിയാണ് ഇവിടെ ഉണ്ടായത് അല്ലെ. ഇപ്പൊ എവല്യൂഷൻ ഓഫ് ദ ഫെദേഴ്സ് എന്നൊക്കെ പറയുന്നത് അവിടെ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ ആസ് എ നേച്ചുറൽ തിങ് അവിടെ സംഭവിക്കുന്നതാണ്. ഡൈനോസേഴ്സ് അത് കോൾഡ് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് അവരത് കരുതിയിരുന്നെങ്കിൽ ബേർഡ്സ് ദാറ്റ് ലീറ്റർ യൂസ്ഡ് ഇൻ ടു ഫോർ ദ ഫ്ലൈയിങ് അല്ലെ, അതൊക്കെ അവർ നേച്ചറലി അല്ലെങ്കിൽ അവർ ആ ഒരു അവരുടെ പ്രോസസ്സിനകത്ത് അവർ വരുത്തിയ ചേഞ്ചുകളാണ്. അത് നാച്ചുറൽ സെലക്ഷൻ എന്ന് നമുക്ക് പറയാനില്ല, അല്ലെങ്കിൽ നാച്ചുറലി അവർ സംഭവിക്കുന്നതാണ്. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഓരോ ഓർഗാനിസത്തിലും വേരിയേഷൻസ് കൊണ്ടുവന്ന് ആ ഓർഗാനിസത്തിനെ നമുക്ക് ഫേവർ ആയിട്ടുള്ള തരത്തിൽ നമ്മൾ അവരെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഈ GM പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, പ്ലാന്റ്സ്
അതുപോലെ തന്നെ പല അനിമൽസ്, ഇവരൊക്കെ എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെയാണോ ഫേവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് എന്താണോ ഇതിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി GM പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഒക്കെ അല്ലേ. അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ വേരിയേഷൻസ് ഉണ്ടാക്കി പുതിയൊരു സ്പീഷീസിനെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്, ആർട്ടിഫിഷ്യലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ സ്പീഷീസിന് എക്സാമ്പിളാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് ബേസിക്കലി നമ്മൾ പറയുന്ന കാര്യമാണ് ഹ്യൂമൻസിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് അറിയുന്ന വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഹൗ ദ ഹ്യൂമൻസ് ഫോംഡ്. ഏപ്സിൽ നിന്ന് പല പല മോഡിഫിക്കേഷനിൽ നിന്നാണ് നമ്മുടെ ഇപ്പൊ കാണുന്ന ഈ ഒരു മോഡേൺ മാൻ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഡൈവേഴ്സിറ്റി, ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി നമുക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, their form and features around the world. Human beings evolved in Africa and out. Some of them stayed there and others migrated to the different parts of the world. Then due to the genetic variations അല്ലെങ്കിൽ അവരുടെ environmental changes അല്ലെങ്കിൽ അവരുടെ geographical regionsന് അനുസരിച്ച് അവർ പല ഫീച്ചേഴ്സ് അവർ അഡാപ്റ്റ് ചെയ്തു. അങ്ങനെ പല ആൾക്കാരായിട്ട് പല ഫോംസിലായിട്ട് നമ്മൾ മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഏറ്റവും ഓൾഡ് ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആളാണ് ഇത് ഓസ്ട്രലോപിത്തീക്കസ് ആഫ്രിക്കൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാളിൽ നിന്നും എന്ത് സംഭവിക്കുന്നു, ഒരുപാട് വേരിയേഷൻസ് ഇവിടെ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് വേരിയേഷൻസ് ഇവിടെ സംഭവിക്കുന്നു. ലേറ്റർ ദൻ മോഡേൺ മാൻ ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഹോമോ സാപ്പിയൻസ് ആർ ഇവോൾവ്ഡ് എന്നാണ് നമുക്ക് പറയേണ്ടത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഈ ക്യാരക്ടേഴ്സിൽ പല വേരിയേഷൻസ്, അത് എന്തുകൊണ്ടും ആവാം, എൻവയോൺമെന്റൽ കണ്ടീഷൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ ഫിസിക്കൽ കണ്ടീഷൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർ അഡാപ്റ്റ് ചെയ്ത കുറെ കണ്ടീഷൻസ് ഉണ്ടാവാം. അങ്ങനെ പല ഫാക്ടേഴ്സ് കാരണം ദേ ആർ ഫോമിങ് എ വേരിയേഷൻ. അവർക്ക് അവിടെ വേരിയേഷൻസ് അവിടെ ഉണ്ടാവുന്നു. ആ വേരിയേഷൻസ് കാരണം അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വേരിയേഷനുകൾ അക്യുമുലേറ്റ് ചെയ്ത് ദേ ആർ ചേഞ്ചിങ് ഇൻ ടു എ ന്യൂ സ്പീഷീസ്. ഓക്കെ, സോ ദ ഓസ്ട്രലോപിത്തീക്കസ് എന്ന് പറയുന്ന ആള് പിന്നീട് എന്തായിട്ട് മാറി, ഹോമോ ഹാബ്ലീസ് എന്ന് പറയുന്ന കുറച്ചുകൂടെ ഇറക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് തുടങ്ങി, കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആവാനായിട്ട് തുടങ്ങി. ഓക്കെ, ദെൻ ഹോമോ ഇറക്ടേഴ്സ്, അവർ ശരിക്കും സ്ട്രെയിറ്റ് ആയി, അവരിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നു, അവർ പലതും കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി, അവരുടെ വെപ്പൺസിലൊക്കെ ഒരുപാട് ചേഞ്ചുകൾ വരാനായിട്ട് തുടങ്ങി. ദെൻ സോ സീ ദ ഹോമോ നെതർലാൻഡ്സ്, അവർക്ക് എന്ത് സംഭവിച്ചു, ദേ ആർ ഓൾസോ ലിറ്റിൽ ബിറ്റ് ഇറക്റ്റഡ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഇവർക്ക് ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്, അവരുടെ വെപ്പൺസിൽ ചേഞ്ചുകൾ വരുന്നുണ്ട്, അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിനകത്ത് അവിടെ ചേഞ്ചുകൾ വരുന്നുണ്ട്, അവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. അവരുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടുന്നുണ്ട് അല്ലെ, അവർ പലതും കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങുന്നു, ബ്രെയിൻ കപ്പാസിറ്റി കൂടാനായിട്ട് തുടങ്ങുന്നു, അവരുടെ അപ്പിയറൻസിൽ ചേഞ്ച് വരുന്നു. ഇങ്ങനെ പല ചേഞ്ചുകൾ അല്ലെങ്കിൽ പല വേരിയേഷൻസ് അവിടെ ഉണ്ടാവുന്നു. ദീസ് ഓൾ വേരിയേഷൻ ലീഡ്സ് ടു ആൻ എവല്യൂഷൻ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. എവല്യൂഷൻ അവിടെ സംഭവിച്ചു. സോ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, എവല്യൂഷൻസ് ഉണ്ടാകുന്നു. ക്ലിയർ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എന്തായിരുന്നു, എന്താണ് വേരിയേഷൻ, എങ്ങനെയാണ് വേരിയേഷൻസ് സംഭവിച്ചത് അല്ലെ. എന്താണ് വേരിയേഷൻസ് പറഞ്ഞു, അങ്ങനെ ഉണ്ടാവുന്ന വേരിയേഷനിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത്, ഒരു എവല്യൂഷൻ ഉണ്ടാവുന്നത്, ഓർ എ ന്യൂ സ്പീഷീസ് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ സ്പീസിയേഷൻ. ഓക്കെ, സോ വിച്ച് ഓൾ ഫാക്ടേഴ്സ് ആർ എഫക്റ്റിംഗ് ഫോർ ദിസ് എവല്യൂഷൻ എന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് അപ്പൊ ഫോഴ്സ് ഇല്ലെങ്കിൽ ഈ പറയുന്ന എവല്യൂഷനിൽ നിന്നുള്ള നമുക്ക് എവിഡൻസസ് എന്തൊക്കെയാണ്, ഹോമോലോഗസ് ഇവിടെ പഠിക്കാനുള്ളത് ഇതാണ് കേട്ടോ. എന്താണ് ഹോമോലോഗസ് ഓർഗൻസ് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം, എന്താണ് അനലോഗസ് ഓർഗൻസ് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. ദെൻ വാട്ട് അബൌട്ട് ദ ഫോസിൽ സ്റ്റഡി, അല്ലെങ്കിൽ ഫോസിൽസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആയിരിക്കാം. പിന്നെ പറഞ്ഞ പോലെ എവല്യൂഷൻ എന്ന് പറയുന്നതിന് കാരണമാവുന്നത്, ഹൗ ദ എവല്യൂഷൻ കോസ്, അല്ലെങ്കിൽ എവല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ പറഞ്ഞ നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റ്, മൈഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ക്ലിയർ? അപ്പോൾ
ഇത്രയേ ഉള്ളൂ നമ്മുടെ എവല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഹെറിഡിറ്റി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ് ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇതേ നമ്മൾ എവല്യൂഷനും കൂടെ എടുത്തു അല്ലെ. എന്താണ് എവല്യൂഷൻ? വേരിയേഷൻസ് ആണ്, ബേസിക്കലി വേരിയേഷൻസ് ആണ്. വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് എവല്യൂഷൻസ് ഉണ്ടാവുന്നു. ഒരു എവല്യൂഷൻ കാരണം അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വേരിയേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഒരു ഓർഗാനിസത്തിനെ എഫക്ട് ചെയ്യുന്നു. മേ ബി ഇറ്റ് ഹെൽപ്സ് ടു സർവൈവ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും, ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, ആ ഓർഗാനിസത്തിന് അവിടെ സർവൈവ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കില്ല അവർ കൊടുക്കുന്നത് അല്ലെ. റെഡ് ബീറ്റിൽ, ഗ്രീൻ ബീറ്റിൽ, ബ്ലൂ ബീറ്റിലിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ട്രേഡ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻഹെറിറ്റഡ് ട്രേഡ്സും ഉണ്ട്, ഒന്ന് അക്വയർഡ് ട്രേഡ്സും ഉണ്ട്. അക്വയർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ആർജിച്ചെടുക്കുന്നത്, അക്വയർ ചെയ്യുന്നതിനെയാണ് നമ്മളത് പറയുന്നത്. ഇൻഹെറിറ്റഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ജനറ്റിക് വേരിയേഷൻസ് കാരണം അല്ലെങ്കിൽ പറയുന്ന ചേഞ്ചുകൾ കാരണം അവർക്ക് മാറ്റങ്ങൾ, ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റഡ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻസ് ഉണ്ടാവുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു ആൻ എവല്യൂഷൻ. എവല്യൂഷനിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ എവല്യൂഷൻ ഉണ്ടായി എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ബൈ ആൻ എവല്യൂഷണറി എവിഡൻസ് എന്ന് പറയുന്നതാണ് ഹോമോലോഗസ്, അനലോഗസ് ആൻഡ് ഫോസിൽസ് എന്ന് പറയുന്നത്. ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സെയിം സ്ട്രക്ചർ ആയിരിക്കും ബട്ട് ഡിഫറെന്റ് ഫങ്ഷൻസ്. അനലോഗസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സ്ട്രക്ചർ ബട്ട് സെയിം ഫങ്ഷൻ. ഫോസിൽസ് എന്ന് പറയുമ്പോൾ ഡെഡ് റിമെയിൻസ് ഓഫ് ആൻ ഓർഗാനിസം ദാറ്റ് ഫൗണ്ട് ഇൻ എ ക്രസ്റ്റ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഫോസിൽസ്. Fossil gives a clear picture about that which type of earth condition in that survive and also about the age of the fossils, age of the organisms. ഇതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസിൽ എസ്റ്റിമേഷൻ, ഫോസിൽ സ്റ്റഡിക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റിലേറ്റീവ് മെത്തേഡും അതുപോലെ തന്നെ റേഡിയോ ഡേറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ്, കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡും. അപ്പോൾ അതൊക്കെ പഠിച്ചിരിക്കുക. എങ്ങനെയാണ് ഒരു എവല്യൂഷൻ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് നാച്ചുറലി എവല്യൂഷൻ ഉണ്ടാവാം, നാച്ചുറൽ എവല്യൂഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബേസിക് നീഡ്സിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നീഡിനനുസരിച്ച് നമ്മൾ ഓരോ ഓർഗാനിസത്തിലും ചേഞ്ചുകൾ വരുത്തി ഓരോ പുതിയ സ്പീഷീസിനെ ഇപ്പം നമ്മൾ ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ എവല്യൂഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എവല്യൂഷനെ കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക ഇതിനെക്കുറിച്ച്. എവല്യൂഷൻ ആൻഡ് ഹെറിഡിറ്റിയിൽ നിന്നും നമുക്ക് ഇനി പഠിക്കാനായിട്ട് ഒന്നുമില്ല, മാക്സിമം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നന്നായിട്ട് പഠിക്കാം.